ഗൈസ് നമുക്ക് കിട്ടാക്കനി നമ്മൾ തപ്പി പോവുകയാണ്. ഇവിടെ ചക്ക ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പരിപാടിയാണ് കല്യാണത്തിൻ്റെ തലേന്നൊക്കെ ചക്ക പുഴുക്ക് വെക്കും അല്ലേ, മീൻകറിയും ചിക്കൻ കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ അവിടേക്കില്ല, ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ അതിന് വേണ്ടി ചക്ക ഇട്ടു. മുകളിലായാലും അപ്പോൾ ഒരു 3-4 എണ്ണം പൊട്ടിപ്പോയി. 3 എണ്ണം ഇട്ട് 2 എണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ നല്ല അടിപൊളി ചക്ക. പൊതുവെ എനിക്ക് പച്ചച്ചക്ക ഇഷ്ടമല്ല, എന്നാൽ ഞാൻ ആഗ്രഹത്തിൽ തിന്നും. ഹായ് ഗൈസ്, നമ്മൾ വെളുത്തുള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ജീവിതത്തിൽ എൻ്റെ കല്യാണത്തിന് കൂടെ പൊളിച്ചിട്ടില്ല. ശ്രീമോനെയൊക്കെ നോക്ക്, ഡെഡിക്കേറ്റഡ് ആയി ഉള്ളി പൊളിക്കുക. ശ്രീമോൻ നോക്കുന്നില്ല. കല്യാണത്തിന് തലേന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് നെയ്ച്ചോറും കോഴിക്കറിയും. ഭയങ്കര ചൂടാണ്, കഴിച്ചിട്ട് അഭിപ്രായം പറയാം, പക്ഷേ തിന്നാൻ പറ്റത്തില്ല. നമ്മുടെ നെയ്ച്ചോറും കോഴിക്കറിയും കഴിക്കുകയാണ്. സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന ആദ്യം പന്തിയിട്ടൊന്നും ഞാൻ കഴിക്കുക, കാരണം എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പണിയെടുത്തു, ആകെക്കൂടെ വെളുത്തുള്ളി മണമാണ് മൊത്തത്തിൽ. നമ്മൾ അതൊക്കെ ഇനി ബാക്കി പണിയെടുക്കണം. അപ്പോൾ ഇനി വന്ന് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ പിന്നെ കാണാം. കല്യാണം ആയതുകൊണ്ടൊന്ന് വൃത്തിയാവാന്ന് കരുതി നമ്മളൊന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മുടി മുറിക്കുന്നുണ്ട്. നാട്ടിൽ ചെന്നാലാണല്ലോ ഇങ്ങനത്തെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും ഈ പരീക്ഷണം ഒരു സക്സസ് ആയിരുന്നു. എൻ്റെ കുടിക്ക് അനുസരണം പിറ്റേ ദിവസം വരെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ തലേന്ന് ഹോള് നോക്കാൻ പോയി, അവിടെ നിന്ന് തന്നെയായിരുന്നു ഭക്ഷണമൊക്കെ. ഭക്ഷണം കിട്ടി, നാട്ടിലേന്ന് ഫുഡ് കിട്ടിയ സന്തോഷമാണ് എൻ്റെ മുഖത്ത് നിന്ന്. നാട്ടിൽ ചെന്ന അന്ന് മുതലുള്ള ഫുഡ് അടിയാണ്. ചോറ്, ബിരിയാണി, സദ്യ അങ്ങനെയെന്ന് പറഞ്ഞ് ഓരോ ദിവസം ഓരോ ടൈപ്പ് ഫുഡായിരുന്നു. ഇത് കല്യാണത്തിൻ്റെ തലേന്നുള്ള ഫുഡാണ്. അപ്പം അവിടത്തേക്കുള്ള പ്രത്യേകതയാണ് തലേന്ന് ചോറും കറികളും അതിൻ്റെ കൂടെ മീൻകറി ഉണ്ടാവും. അപ്പോൾ എനിക്ക് ലക്കിയായിട്ടൊരു കഷ്ണം മീനും കിട്ടി, അതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. അടുത്ത മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാരുമോളുടെ ഫോട്ടോ എടുക്കലായിരുന്നു. നമ്മളും ഫാമിലി എല്ലാവരും കൂടെ നിന്ന് ഒത്തിരി ഫോട്ടോസ് എടുത്തു. ചൂടല്ല, ഒരു സുഖമില്ല. അപ്പോൾ കല്യാണ തലേന്ന് രാത്രി ഇവിടെ ബിരിയാണിയാണ്. ബിരിയാണിയും നല്ല സൂപ്പർ അച്ചാർ, ബിരിയാണിനേക്കാൾ സൂപ്പർ അച്ചാറാണ് ഇവിടെ ഇട്ടതാണ്. നമ്മളത് കഴിക്കുകയാണ്. ആക്ച്വലി 6:30 ആയിട്ടുള്ളൂ, പക്ഷെ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. നമ്മൾ 3 മണിക്ക് കൊടുക്കാൻ തുടങ്ങിയതാണ്. ഇനി ഒരു 10 മണി വരെയൊക്കെ ഉണ്ടാവുമായിരിക്കും. വേണം രണ്ടാമത്തെ ട്രിപ്പ് കഴിക്കാം. നാട്ടിൽ വന്നിട്ട് നമുക്ക് ഫുഡ് അടിയാണല്ലോ മെയിൻ. അടിപൊളി ബിരിയാണിയാണ്. എൻ്റെ അടുത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന ആളാണ് കേട്ടോ നൈനൂസ്, എൻ്റെ മെയിൻ ആളാണ്. എനിക്കൊന്നും പറയാനില്ല. എക്സൈറ്റഡ് ആണോ? ഞാൻ എക്സൈറ്റഡ് ഒക്കെയാണ്. ആ സമയത്തും എനിക്ക് നല്ല ടെൻഷനായിരിക്കും. ഇപ്പൊ എനിക്കൊരു ടെൻഷനും ഇല്ല.